എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്തുള്ള കുരഞ്ഞൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലാണ്. ഭഗവതിയുടെ താലപ്പൊലിക്ക് ശേഷം നട തുറന്നതിന്റെ പിറ്റേ ദിവസം ചുറ്റുവിളക്ക് ഉണ്ടായിരുന്നു. ചുറ്റുവിളക്ക് കാണാനായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. താലപ്പൊലിയുടെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ക്ഷേത്രത്തിൽ ഒരു 5:30-ക്കൊക്കെയാണ് എത്തിയിട്ടുള്ളത്. അപ്പം ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. വളരെ മുമ്പ് തൊട്ടേ ഇവിടെ വരാറുണ്ടെങ്കിലും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചൊന്നും എനിക്ക് അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് ഞാനതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. കൊടുങ്ങല്ലൂര്, കുരഞ്ഞൂർ, കൊടിക്കുന്നം ഇത് മൂന്നുമാണ് ഒരുപോലുള്ള ക്ഷേത്രങ്ങൾ. മേഴത്തൂര് അഗ്നിഹോത്രിയുടെ പിന്തുടർച്ചക്കാരാണ് ഇവിടെ പൂജ ചെയ്തു വരുന്നത്. പറയിപെറ്റ പന്തിരുകുലത്തിലെ പ്രഥമപുത്രനായ അഗ്നിഹോത്രി മധുരയിൽ പൂജ ചെയ്തു വന്നിരുന്ന കാലത്ത് അവിടെയുള്ളൊരു വിദൂഷിയെ പത്നിയായി സ്വീകരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അവിടെയുള്ള ആളുകൾ അവരെ സ്വീകരിച്ചില്ല. പിന്നീട് അവരുടെ മക്കളെ അടികളാക്കി മാറ്റി അവർക്കൊരു സ്ഥാനം കൊടുക്കുകയാണ് ഉണ്ടായത്. അന്നത്തെ നാടുവാഴികളുടെ ആവശ്യപ്രകാരം പള്ളിപ്പുറം കൊടിക്കുന്നം ക്ഷേത്രത്തിലെ പൂജ ചെയ്ത് ഇവരവിടെ കൂടി. പിന്നീട് അവരുടെ പരമ്പരയിലെ 3 ഇല്ലക്കാരെ കുരഞ്ഞൂര് വന്ന് സ്ഥിരതാമസമാക്കി. അവർ ഉപാസിക്കുന്ന ദേവിക്കായിട്ട് ഈ ക്ഷേത്രം ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് അടികളെ പൂജയ്ക്കായിട്ട് കൊണ്ടുപോയിരുന്നത്. പണ്ട് മഞ്ചിയിലൊക്കെയാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നത്. കൊടുങ്ങല്ലൂരെ പൂജ ചെയ്തിരുന്നതും നമ്പൂതിരിമാർ തന്നെയായിരുന്നു. അന്ന് അവിടെ ഒരു 40 ഇല്ലം ചുട്ട കഥയൊക്കെയുണ്ട്. കുറേ ബ്രാഹ്മണരെ ഇല്ലാതായി, ബാക്കിയുണ്ടായിരുന്നവര് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ അടികളെ അവിടേക്ക് കൊണ്ടുപോയി പൂജ ചെയ്യാൻ തുടങ്ങിയത്. കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് രൗദ്രഭാവമാണെങ്കിൽ ഇവിടുത്തെ ദേവി ശാന്തസ്വരൂപിണിയാണ്. ശ്രീകുരുമ്പയായിട്ടാണ് ഇവിടെയും അമ്മയെ ഉപാസിക്കുന്നത്. ഭഗവതിയുടെ അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ മഹാവിഷ്ണുവും ഗണപതിയും ഒക്കെ ഉണ്ട്. ഇവിടെയാണ് അമ്പലക്കുളം ഉള്ളത്. ഇപ്പോൾ പായലൊക്കെ പിടിച്ചു കിടക്കുകയാണ്. ഉടനെ തന്നെ നവീകരിക്കുന്നുണ്ട്. അതിനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതും ഒരു കാവ് തന്നെയായിരുന്നു. നിറയെ ആൽമരങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഇപ്പോൾ 3 ആൽമരങ്ങളുണ്ട്. അതെല്ലാം തറകെട്ടി സംരക്ഷിക്കുന്നുണ്ട്. ഈ 3 ത്രിമൂർത്തികളെ പ്രദക്ഷിണം വെക്കുന്നത് പോലെ നമ്മൾ സങ്കല്പിച്ചുകൊണ്ടാണ് പ്രദക്ഷിണം വെക്കുന്നത്. ബ്രഹ്മവിഷ്ണു മഹേശന്മാരെ സങ്കല്പിച്ചുകൊണ്ട് ഈ 3 ആൽത്തറയും പ്രദക്ഷിണം ചെയ്യുന്നു. താലപ്പൊലി വരെയുള്ള ചുറ്റുവിളക്ക് ചെയ്ത ആളുകളുടെ പേരും സ്ഥലവും ഒക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഈ 2026ലേക്കും 135 ദിവസത്തേക്കുള്ള ബുക്കിംഗ് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പല രാജ്യങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ചുറ്റുവിളക്ക് ബുക്ക് ചെയ്യുന്നുണ്ട്. ഭഗവതിക്കുള്ള ഒരുപാട് വഴിപാടുകളൊക്കെ ഉണ്ട്. അടികൾ ചെയ്യുന്ന പുഷ്പാർച്ചനയ്ക്കും ഒരുപാട് പ്രാധാന്യമുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഭഗവതിക്ക് അർപ്പിക്കുന്ന പുഷ്പാർച്ചനയ്ക്ക് പോലും അത്രയും ഫലമുണ്ടെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ ദീപാരാധന കഴിഞ്ഞു. ഇപ്പോൾ ചുറ്റുവിളക്കിനായിട്ട് ദീപങ്ങളൊക്കെ തെളിയിക്കുകയാണ്. നല്ലൊരു അന്തരീക്ഷത്തിൽ വളരെ ശാന്തമായ മനസ്സോടെ നമുക്ക് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാനും വിളക്കുകളൊക്കെ തെളിയിക്കാനും സാധിച്ചു. ചുറ്റിലും ദീപങ്ങൾ ചൊരിയുന്ന പ്രഭയിൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. പ്രകൃതിയെയും സർവ്വ ജീവജാലങ്ങളെയും സംരക്ഷിക്കണേ ഭഗവതി എന്നൊരു പ്രാർത്ഥനയാണ് അന്നേരം മനസ്സിൽ വന്നത്.
40 വർഷത്തോളമായി ദേവിക്ക് എല്ലാ പൂജകളും ചെയ്യുന്ന പൂജാരിയാണ് ഇദ്ദേഹം. ഈ ക്ഷേത്രത്തിന് ഗുരുവായൂർ അമ്പലത്തിനേക്കാളും പഴക്കമുണ്ടെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ദേവിയെ കൺകുളിരെ കണ്ട് പ്രാർത്ഥിച്ച് പ്രസാദവും വാങ്ങിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.